എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻ്റർനെറ്റ് ഓണാക്കിക്കൊണ്ട് തന്നെ വാട്സപ്പ് എങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ മാത്രം നമുക്ക് എങ്ങനെ ഓഫാക്കി വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും എൻ്റെ കണ്ടൻറ്റ് വാട്സപ്പ് തന്നെയാണ്. അതിൽ പല കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വാട്സപ്പ് മെസ്സേജ് നമ്മൾ വല്ലാതെ ഡിസ്റ്റർബൻസ് ചെയ്യാറുണ്ട്. നിങ്ങൾ പലർക്കും ആ അനുഭവം ഉണ്ടാവും. അപ്പോൾ വാട്സപ്പ് മാത്രം എങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതൊരു മെസ്സഞ്ചർ ആപ്ലിക്കേഷനും അത് മാത്രം എങ്ങനെ ഡിസേബിൾ ചെയ്ത് വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ ഏതൊരു ആപ്ലിക്കേഷൻ ഈ ഇങ്ങനെ കാര്യം ചെയ്യുന്നത് കൊണ്ട് വാട്സപ്പിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ആരെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്നു ആ ബ്ലൂടിക്കും കാണിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻ്റർനെറ്റ് മാത്രം ആ വാട്സപ്പിന് മാത്രം അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് മാത്രം എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ആദ്യം തിരഞ്ഞെടുക്കുക. അതിന് ശേഷം എൻ്റെ വിവോ ആണ് ഞാൻ ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ നിന്ന് ടച്ച് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ടച്ച് ചെയ്താൽ ഇതിൽ കാണാം ആപ്ലിക്കേഷൻ ഇൻഫോ എന്ന് കാണാം. ആ പല മൊബൈലിലും പല കോലത്തിലാകും വരുന്നത്. അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോവുക, ആപ്ലിക്കേഷൻ മാനേജർ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആപ്പ് ഇൻഫോം എന്നുള്ളത് കാണുന്നുണ്ട്. വേണ്ട ഫോർ സ്റ്റോപ്പ് എന്ന് നെക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ തുറക്കുന്നത് കൂടി മാത്രമേ ആ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആവുള്ളൂ. അതുവരെ അതിലേക്ക് വരുന്ന മെസ്സേജും കാര്യങ്ങളൊന്നും ആക്റ്റീവ് ആവില്ല. പക്ഷേ ഇതിൽ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ പല മൊബൈലിലും ഇങ്ങനെ പ്രശ്നം പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ആ ആപ്ലിക്കേഷൻ ഓൺ ആവുന്നുണ്ട്. അങ്ങനത്തെവർ എന്ത് ചെയ്യണം, വീണ്ടും അതേമാതിരി ആ ആപ്ലിക്കേഷനുമാതിരി ടച്ച് ചെയ്യുക. എന്നതിന് ശേഷം ആപ്ലിക്കേഷൻ ഇൻഫോമിന് ശേഷം ഇവിടെ നിങ്ങൾ കാണാം ഡാറ്റ യൂസേജ് എന്ന് കാണാം. ആ ഡാറ്റ യൂസേജ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഓണാക്കാൻ കാണാം, എനേബിൾ ആക്കാൻ കാണാം. അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് വൈഫൈ ആണ്. ആ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഇനി ഓണാക്കിയാൽ അതിലേക്ക് വരുന്ന മെസ്സേജുകളൊന്നും വിത്തൗട്ട് ഇൻ്റർനെറ്റ് ഓൺ ആയിക്കൊണ്ട് തന്നെ ആ ആപ്ലിക്കേഷൻ്റെ വരുന്ന മെസ്സേജൊന്നും നിങ്ങളിലേക്ക് റിസീവ് ആവില്ല. ആ ഒറ്റ ടിക്കേ കാണുകയുള്ളൂ. അതുകൊണ്ട് ആ നോട്ടിഫിക്കേഷൻ നിങ്ങളെ സ്ക്രീനിലേക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യം ഏതൊരു ആക്ടിവിറ്റി ആയാലും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു ശല്യം കൂടാതെ തന്നെ പല മീറ്റിംഗ് ആണെങ്കിലോ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒന്നിൽ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് നേരെ നമുക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് പോയാലും നമുക്ക് ഇനി പെർമിഷൻ ചോദിക്കും. ഇനി ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ ചോദിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ആദ്യമായിട്ട് എൻ്റെ അസീസോലോണം ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയും കാണുന്നതിന് വരെ ഗുഡ് ബൈ.